Hello. So question number 28. Prepare a frequency distribution table in exclusive method taking a class interval of 5 from the following data. അപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യുക. 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. Frequency 6, 4, 4, 7, 9, total 30. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആസ് എ മീൻസ് ഓഫ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് മെറിറ്റ്സ് പറയാം. ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ്, ഓഫർ ദ ഫെസിലിറ്റി ഓഫ് ആസ്കിംഗ് ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ബെറ്റർ മെത്തഡ് ഫോർ ഫ്രെയിമിംഗ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ക്ലാരിഫിക്കേഷൻ ഓഫ് ആംബിഗ്യസ് ക്വസ്റ്റ്യൻസ് പോസിബിൾ. Disadvantages: it is expensive, time consuming, more chance of influencing respondents. It is unsuitable where the area is large. 30th question. Explain the measures initiated by government to improve the agricultural marketing system. അതിൻ്റെ ആൻസർ okay. Establishment of regulated markets, provision of infrastructure facilities like roads, railways, warehouses, gardens, cold storages and processing, cooperating marketing, providing price supports. അടുത്തത് ഡിസ്കസ് ദ കോസസ് ഓഫ് പോവേർട്ടി ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് കോസസ് ഓഫ് പോവേർട്ടിയിൽ വരുന്നത്? ചാപ്റ്റർ 4 പോവേർട്ടിയിലാണ്. ലോ ഇൻകം, ലാക്ക് ഓഫ് അസറ്റ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റീസ്, ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ് അതൊക്കെ വരും. പിന്നത്തെ ചോദ്യം അനലൈസ് പോവർട്ടി എലിവേഷൻ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റിൽ വരുന്നത് SGSY, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗർ യോജന, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം അതൊക്കെ വരും. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ വരുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ, അന്നപൂർണ്ണ സ്കീമൊക്കെ വരും. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ വരുന്നത് ആം ആദ്മി ഭീമ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, രാഷ്ട്രീയ സ്വസ്തിക ഭീമ യോജന ഇതൊക്കെ വരും. നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അത് ഇങ്ങനെയാണ് മീൻ മീഡിയൻ മോഡ് കാണുന്നത്. ഓക്കെ അല്ലേ? മീൻ ആൻസർ 53.2 വരുന്നു. ദെൻ മീഡിയനിൽ 53, മോഡ് 52. ഓക്കെ. ഇനിയും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞു തീർക്കാം. വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? ആ ഒരു ഡെഫിനിഷൻ നമുക്ക് എഴുതാം. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയും കൂടെ. പിന്നെ സ്ട്രാറ്റജീസും കൂടെ എഴുതിയാൽ മതി. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, അങ്ങനത്തെ LPG, ഗോബർ ഗ്യാസ്, CNG അതൊക്കെ, വിൻഡ് എനർജി, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, ഓർഗാനിക് ഫാർമിംഗ്, ബയോ കമ്പോസ്റ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.